പ്രിയങ്കരനായ MLA മഞ്ഞളാംകുഴി അലി സാഹിബിനെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ ശശി തരൂർ MP, നമുക്ക് സ്വാഗതം ആശംസിച്ച പ്രിയങ്കരനായ ഡോക്ടർ നവീൻ മോഹൻ, വേദിയിലിരിക്കുന്ന വൈസ് ചാൻസലർമാരായ ഡോക്ടർ VP ജഗതിരാജ്, ഡോക്ടർ P രവീന്ദ്രൻ, പ്രിയങ്കരനായ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CT അബ്ദുൽ കരീം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉമ്മുകുൽസു ചക്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെർബാൻ, ഡോക്ടർ റഷീദ് അഹമ്മദ് സിൻഡിക്കേറ്റ് മെമ്പർ, TJ മാർട്ടിൻ സിൻഡിക്കേറ്റ് മെമ്പർ, PG ഉണ്ണി, കൊളക്കാട് നസീസ്, ഷംസുദ്ദീൻ, PT ഹംസ, അഡ്വക്കേറ്റ് കുഞ്ഞാലി, കുന്നർ മുഹമ്മദ്, മോനൻ പുളിക്കൽ, മൊയ്തുമാഷ, M വാസുദേവൻ തുടങ്ങി ആദരണീയരായ മറ്റ് വ്യക്തിത്വങ്ങൾ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വാസ്തവത്തിൽ എൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. 23 വർഷക്കാലം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മങ്കടയിലും പെരിന്തൽമണ്ണയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കുറേയധികം വികസന കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 10-38 കെട്ടിടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും സ്കൂളിനും കോളേജിനും വേണ്ടി. 10-14 പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നമ്മുടെ പദ്ധതിയുടെ ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന രീതിയിലൂടെ നടപ്പിലാക്കി. ആശുപത്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ കോളേജ് വളരെ ഗംഭീരമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. ITI ഉണ്ടാക്കി. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, അനേകം റോഡുകൾ, ഇനി പറയാനില്ല, എല്ലാ സംഗതികളും ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉയർന്നുകൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് നീട്ടിക്കൊണ്ടുവരാൻ പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു കാര്യം ഞാൻ ഈ ജെംസ് കോളേജിൽ വരുമ്പോൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി വല്ലാത്ത രീതിയിൽ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 7500ഓളം വിദ്യാർത്ഥികൾ നല്ല, ഞാൻ അവരെ പറഞ്ഞ ഞങ്ങളെ മണിമുത്തുകളാണ്. ആ മണിമുത്തുകളോട് പഠിച്ചിറങ്ങി ലോകത്തെ ഏതൊരു സ്ഥലത്ത് തന്നെയാണെങ്കിലും അവരെ നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, കാഠ്മണ്ഡുവിലുണ്ട്, അട്ടപ്പാടിയിൽ വരെയുണ്ട്. എല്ലാ സ്ഥലങ്ങളും, എല്ലാ മേഖലയിലും ഈ കുട്ടികള്, ഈ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയത് 18 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. തുടങ്ങാനൊരു കാരണമുണ്ട്. പഴയ കാലത്ത് നമുക്ക് പെരിന്തൽമണ്ണയിൽ കുറച്ച് സബ്ജക്റ്റുകൾ മാത്രമുള്ള, കുറച്ച് സീറ്റുകൾ മാത്രമുള്ള ഒരു ഗവൺമെന്റ് കോളേജ്, അതുകൂടാതെ തന്നെ കുറച്ച് സീറ്റുകൾ മാത്രമുള്ള ഒരു മലപ്പുറത്തുള്ള ഒരു കോളേജ്. ആ കോളേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയും സീറ്റില്ല. കുട്ടികൾ +2 നല്ല മാർക്ക് വാങ്ങി ജയിക്കുന്ന കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാന്നല്ലാതെ അവർക്ക് എവിടെയും ഒരു സീറ്റ് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. നേരിട്ട് നമുക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടി എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അറിയാക്ക, എനിക്ക് 90% മാർക്കായിരുന്നു +2. ആ പോകുന്ന കുട്ടിയിൽ ഒരു ബാഗൊക്കെ തൂക്കി പിടിച്ചിട്ട് അവൻ കോയമ്പത്തൂരിലേക്ക് പഠിക്കാൻ പോകുക. അവന് 65% മാർക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, പണം കൂടി വേണമെന്നാ കുട്ടിയോട് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ അന്ന് ആലോചിച്ചു, ഒരു സംശയമില്ല, നമുക്ക് ഒരു കോളേജ് ഇവിടെ തുടങ്ങിയാലെന്ന് ആലോചിച്ചു. ഞാനന്ന് വാസുമാൻസ്, ഹംസമാൻസ്, അതുപോലെ തന്നെ EC ഇവിടെയുള്ള നമ്മളെ ഡയറക്ടർമാർ, ഈ ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഇപ്പം നമുക്കൊരു കോളേജ് ഇവിടെ ആരംഭിക്കാം, നമുക്ക് ശ്രമിച്ചു നോക്കാം, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. അതിന് സ്ഥലമാണ് ആദ്യം കിട്ടേണ്ടത്. സ്ഥലം നമുക്ക് കിട്ടി. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു, കോളേജിൽ കൊടുത്തു. പല ആൾക്കാരും ഞങ്ങൾ ഉപദേശിച്ചു, നിങ്ങൾ ട്രസ്റ്റായിട്ട് തുടങ്ങുക. ട്രസ്റ്റായിട്ട് തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ ഉണ്ടാകും. ഗവൺമെന്റിന്റെ നിയമങ്ങളോ മറ്റുള്ളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, ട്രസ്റ്റായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടേതാവില്ല. ജനങ്ങളുടേതാവുന്നുണ്ടെങ്കിൽ അത് സഹകരണ മേഖലയിൽ തുടങ്ങണം. എല്ലാവരും അതിന് ഭാഗമാക്കണം. അവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മതം ഒന്നും ഉണ്ടാവാതെ എല്ലാവരും കൂടി ഒരു കോളേജാണ്, ജനങ്ങളുടെ കോളേജാക്കി ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത് സഹകരണ മേഖലയിൽ തന്നെ തുടങ്ങണം എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഗംഭീരമായിട്ട് ഓരോരോ ദിവസവും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹെഡ് മാസ്റ്റർ പോലെയുള്ള, നമ്മുടെ പ്രിൻസിപ്പൽ പോലെയുള്ള മറ്റുള്ള ആൾക്കാരൊക്കെ
എന്നെ സഹായിക്കുന്ന വാസമാക്ഷ, അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഇവിടുത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എല്ലാവരും പേരെടുത്ത് സമയം വൈകിയോണ്ട് പറയുന്നില്ല. ഇവരൊക്കെ വളരെ ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിജയ ശതമാനം ഇങ്ങനെ ഉയർന്നു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം 91% കുട്ടികൾ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിജയിപ്പിക്കാനായി. സാധാരണ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അത് പ്രയാസങ്ങൾക്കൊക്കെ അറിയാം, 91% എന്നുള്ളത്. അതുപോലെ തന്നെ 91% വിജയ ശതമാനം മാത്രമല്ല, നമ്മൾ എല്ലാ മേഖലകളിലും ആർട്സിലായാലും ശരി, സ്പോർട്സിലായാലും ശരി, ഇപ്പോൾ കണ്ടില്ല നല്ലൊരു ഗ്രൗണ്ടാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ ഉള്ള മണ്ണ് ഉറച്ച മണ്ണായിരുന്നു, അത് മണ്ണിലേക്ക് മാറ്റിക്കൊണ്ട് ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ഒരു മാർച്ച് മാസം ആകുമ്പോഴേക്കും വലിയ വലിയ ടൂർണമെന്റുകൾ നടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ടാക്കി ഞങ്ങൾ അതിനെ മാറ്റാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 765 സീറ്റുകൾ ഒരു വർഷം ഉടനെ അഡ്മിഷന് വേണ്ടി കുട്ടികൾ വരാറുണ്ട്. മാനേജ്മെന്റ് ഒക്കെ ഫുള്ളാവാറുണ്ട്. പക്ഷെ ഗവൺമെന്റ് എന്നുള്ള സീറ്റ് അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ലിസ്റ്റ് തരും, പക്ഷെ കുട്ടികൾ ഇവിടെ വന്ന് ചേരില്ല. അപ്പൊ അത് വല്ലാത്തൊരു പ്രശ്നം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അപ്പൊ എന്നാലും ഞങ്ങൾക്ക് 688 സീറ്റ് ഞങ്ങൾക്ക് ഫില്ലായി. 85% മറ്റോ ഞങ്ങൾക്ക് ഫില്ലായി എന്നുള്ളതാണ് സത്യം. അത് മറ്റുള്ള കോളേജുകളൊന്നുമില്ല. തൊട്ടടുത്ത് ധാരാളം കോളേജുണ്ട്. ഇപ്പൊ ഇന്ന് മംഗള മണ്ഡലത്തിൽ ഏകദേശം 4 ഡിഫറെന്റ് വേറെ കോളേജുകളുണ്ട്, ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുണ്ട്. അവിടെയൊക്കെ അഡ്മിഷൻ ഫുള്ളാവുന്നതിന് മുമ്പ് ഇവിടെ ഫുള്ളാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ മക്കളാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്ന, അവിടെ നോക്കുന്നു, കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾ അവർ നോക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം അഡ്മിഷനുകൾ വരുന്നത്. രക്ഷിതാക്കളെ നിങ്ങൾക്ക് അയക്കാൻ വലിയ വിശ്വാസമുണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ആർട്സ് ആൻഡ് സയൻസിലും